Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിൽ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ലെയ് ഹണ്ട് എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണ്. ഇതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ തണുപ്പുള്ള ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ളൊരു എസ്സേ ആണ്. നമ്മളിവിടെ ഈ എസ്സേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻസെക്ട്സ്. Leigh Hunt begins by referencing Giulio Cordara, who wrote about insects being created for human annoyance. എസ്സേയുടെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കവിതയാണ് റെഫർ ചെയ്യുന്നത്. ആ കവിതയിൽ പറയുന്നത് ഇൻസെക്ട്സ്, അതായത് ഷഡ്പദങ്ങൾ, ഉറുമ്പ്, കൂറ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതായത് ഈ ഏദൻ തോട്ടത്തിൽ, അതായത് മനുഷ്യർ ഈ ആദം ഔവ എന്നുള്ള രീതിയിൽ സ്വർഗത്തിൽ താമസിക്കുന്ന സമയത്ത് ഈ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ജീവികളെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കവിതയാണ് അദ്ദേഹം റെഫർ ചെയ്യുന്നത്. ഹണ്ട് ഹ്യൂമറസ്ലി ഡിസ്പ്യൂട്ട്സ് ദിസ്, suggesting that while northern people may debate this, it's clear that Adam and Eve did not face the same cold mornings and shaving woes that people do now. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ ഇൻസെക്ട്സ് മാത്രമൊന്നുമല്ല, ഇവര് ഈ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മനുഷ്യർ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇതുപോലെ തണുപ്പുള്ള രാവിലെ നേരത്തെ എഴുന്നേൽക്കുക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ആ രീതിയിൽ മനുഷ്യർക്ക് വേറെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭൂമിയിലുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ തണുപ്പുള്ള ദിവസം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടാണ്. ഇത് സ്വർഗത്തിൽ മനുഷ്യർക്ക് ഇല്ലാതിരുന്നൊരു കാര്യമായിരിക്കാം, ഇവിടെ മനുഷ്യർക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നതാണ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്. പാർട്ട് 2, ദ ഡിഫിക്കൽട്ടി ഓഫ് ഗെറ്റിംഗ് അപ്പ്. അടുത്തതായിട്ട് അദ്ദേഹം ഈ തണുപ്പുള്ള ദിവസം രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ നമ്മളിൽ ചിലർക്ക് അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഹണ്ട് ചലഞ്ചസ് ദ നോഷൻ ദാറ്റ് ഗെറ്റിംഗ് അപ്പോൺ എ കോൾഡ് മോർണിംഗ് ഈസ് സിംപ്ലി അബൌട്ട് ടേക്കിംഗ് ദ റെസൊല്യൂഷൻ. അപ്പോൾ പലരും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നടപ്പിലാക്കാവുന്നതുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതിന് അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. അങ്ങനെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. He compares it to a boy accepting a flogging, highlighting the discomfort involved. അപ്പോൾ അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യുന്നത് ഫ്ലോഗിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് അടി കിട്ടുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അങ്ങനെ പഠിക്കാതെ പോയാലോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ പോയാലോ അവിടുന്ന് അടി കിട്ടും. അത് ഒന്നും ചെയ്യാൻ നിവൃത്തിയിൽ വാങ്ങുക തന്നെ മാർഗമുള്ളൂ എന്ന് പറയുന്നത് പോലെ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് അദ്ദേഹം ഈ രാവിലെ എഴുന്നേൽക്കുന്നതിനെ കമ്പയർ ചെയ്യുന്നത്. He finds pleasure in discussing and rationalizing staying in bed, viewing it as a sensible activity rather than mere idleness. തുടർന്ന് അദ്ദേഹം ഇതിനെ കുറിച്ചിട്ടുള്ള വാദഗതികൾ ഇങ്ങനെ പറയുകയാണ്. അതായത് രാവിലെ ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് മടിയല്ല, ശരിക്ക് നമ്മുടെ ടെമ്പറേച്ചർ നോക്കണം, നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ചൂടായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പുറച്ചു മൂടി ഇരിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് തണുപ്പിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഇതൊരു കേവലമായിട്ടുള്ള മടിയല്ല, യുക്തിപരമായിട്ടുള്ളൊരു കാര്യമാണെന്ന രീതിയിലൊക്കെ അതിനെ ന്യായീകരിക്കുകയാണ്. പാർട്ട് 3, ആർഗ്യുമെന്റ്സ് ഫോർ സ്റ്റേയിങ് ഇൻ ബെഡ്. Hunt argues that people who insist on getting up early lack imagination and should experience the comfort of laying in bed on a cold morning. അപ്പം അദ്ദേഹം പറയുന്നത് ഈ രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് ഇമാജിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവരെങ്ങനെ പറയുന്നതെന്നാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ സ്വന്തം ചിന്തകളെ അതിജീവിക്കാൻ കഴിയാത്തവരാണ് ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കി കിടക്കുന്ന പോലെയല്ല. ഇദ്ദേഹം ഇത് 19-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു എസ്സേയാണ്. അപ്പൊ അന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കാൻ ഫോണൊന്നുമില്ല, അങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഈ സ്വന്തം ചിന്തകളെ അതിജീവിക്കാൻ കഴിയാത്ത, ഒരു ഇമാജിനേഷൻ ഇല്ലാത്ത ആളുകളാണ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. He describes the warmth of the bed and the harsh cold outside, making the transition seem unnatural and torturous. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ ബെഡിൽ ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ ഒരു കംഫർട്ട്, പുറത്തുള്ള തണുപ്പ്, അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു.
അവിടെ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ കിടക്കുക എന്നുള്ളതാണ് യുക്തിപരമായിട്ടുള്ള കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. He humorously details the excuses one might use to delay getting up, like waiting for hot water or airing out clothes. പിന്നെ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെർവന്റ് അദ്ദേഹത്തെ രാവിലെ ഒന്ന് വിളിക്കും. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി ആദ്യം പറയും. അതുപോലെ തന്നെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് നീട്ടി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. പാർട്ട് 4, ദി അബ്സർഡിറ്റി ഓഫ് ഷേവിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, നമ്മൾ ബ്രഷ് ചെയ്യും. അതുപോലെ ഷേവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്ന ഒരു ജോലി. ഹണ്ട് എലോബറേറ്റ്സ് ഓൺ ദ ഡിസ്കംഫർട്ട് ഓഫ് ഷേവിംഗ് ഓൺ എ കോൾഡ് മോർണിംഗ്. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഇംഗ്ലീഷുകാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ താടിയും മീശയും വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. താടിയില്ലെങ്കിലും മീശയെങ്കിലും വെച്ചിട്ടുള്ള ആളുകൾ വളരെയധികം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ രീതി നമുക്കറിയാം, അവർ ക്ലീൻ ഷേവ് ആയിരിക്കും, എല്ലാ ദിവസവും ക്ലീൻ ഷേവ് എന്നുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ എന്നും രാവിലെ ഇങ്ങനെ ഷേവ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. കോളിംഗ് ഇറ്റ് അൺമാൻലി ആൻഡ് എഫിമിനേറ്റ്, അത് അനാവശ്യമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഹി പ്രൈസസ് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഹു സ്പോട്ടഡ് ബേർഡ്സ് കോൺട്രാസ്റ്റിംഗ് ദം വിത്ത് ദ മോഡേൺ കസ്റ്റം ഓഫ് ഷേവിംഗ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വില്യം ഷേക്സ്പിയറിനെ പോലെ, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിനെ പോലെ, അങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ താടി വെച്ചിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഈ ഷേവ് ചെയ്യാന്നൊക്കെ പറയുന്നത് അനാവശ്യമാണെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ദ റേസർ ആസ് കോൾഡ് ആൻഡ് ഹാർഷ് ഓപ്പോസിങ് ദ വാം കംഫർട്ട് ഓഫ് ബെഡ്. കൂടാതെ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ മൂർച്ചയുള്ളതും അതുപോലെ തന്നെ തണുത്തതുമാണ്. അത് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ പൊതിച്ചു മൂടി കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡിന്റെയും പൊതുപ്പിന്റെയും കംഫർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ എന്നും രാവിലെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് അനാവശ്യമാണ് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് തണുപ്പുള്ള ദിവസത്തിൽ ഈ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചെയ്യാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 5, പോയറ്റ് ജെയിംസ് തോംസൺ ആൻഡ് പേഴ്സണൽ മോട്ടിവേഷൻ. അടുത്തതായിട്ട് അദ്ദേഹം മറ്റൊരു പോയറ്റിനെ കൂടി ഇവിടെ റെഫർ ചെയ്യുകയാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു പോയം റെഫർ ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹണ്ട് റെഫറൻസസ് പോയറ്റ് ജെയിംസ് തോംസൺ ഹു സ്റ്റേഡ് ഇൻ ബെഡ് ടിൽ നൂൺ ലാക്കിംഗ് എ മോട്ടീവ് ടു റൈസ്. ജെയിംസ് തോംസൺ എന്നിവരുള്ള മറ്റൊരു കവി ഇതുപോലെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഉച്ച വരെ ആളിങ്ങനെ ബെഡിൽ കിടക്കുകയാണ്, കാരണം എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അയാളുടെ ന്യായീകരണം. ഹി കോൺട്രാസ്റ്റ് ദിസ് വിത്ത് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് സജസ്റ്റിംഗ് ദാറ്റ് മോട്ടിവേഷൻസ് വേരി ആൻഡ് എ സ്റ്റുഡന്റ് ഓർ എ ഹംബിൾ പേഴ്സൺ മൈറ്റ് ഫൈൻഡ് മോർ റീസൺ ടു സ്റ്റേ ഇൻ ബെഡ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നതിലുള്ള മോട്ടിവേഷൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു അത്യാഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ആ രീതിയിൽ ജോലിക്കാരാണോ വിദ്യാർത്ഥികളാണോ എന്നുള്ള രീതിയിൽ ഓരോ ആളുകൾക്കും ഈ മോട്ടിവേഷൻ വ്യത്യസ്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 6, സൊഫിസ്റ്റിക്കേറ്റഡ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഹെൽത്ത്. Hunt anticipates arguments about health and longevity, humorously suggesting that staying in bed could be seen as maintaining an even body temperature. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ആരോഗ്യശീലത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ പറയുന്ന കാര്യമാണ്. അങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് നല്ല സ്വഭാവമായിട്ട് ആളുകൾ പറയും എന്ന് അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ശരിക്ക് ആരോഗ്യത്തിന് നല്ലത് എന്താണ്, നമ്മുടെ ശരീരം കംഫർട്ടായിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് അങ്ങനെ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതൊന്നുമില്ല. ഇങ്ങനെ ശരീരം കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളൊരു മറുവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഹി ഡിബേറ്റ്സ് ദ വാല്യൂ ഓഫ് എ ലോങ് ലൈഫ് വേഴ്സസ് പേഴ്സണൽ കംഫർട്ട് ആൻഡ് ദ നാച്ചുറൽ ബിഹേവിയർ ഓഫ് ആനിമൽസ് ഹൈബർനേറ്റിംഗ് ഇൻ വിന്റർ. ഇതൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരും അൾട്ടിമേറ്റ്ലി ജീവികളാണല്ലോ. നമുക്കറിയാം പല ജീവികളും, പ്രത്യേകിച്ച് കരടികളെ പോലുള്ള ജീവികളൊക്കെ മഞ്ഞുകാലത്തിൽ ഉടനീളം ഉറങ്ങിക്കിടക്കുന്ന, മഞ്ഞുകാലം എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കിടയിലും ഇതുപോലെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ അവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് കംഫർട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് എല്ലാ ജീവജാലങ്ങളും ചെലവഴിക്കുന്നത്. അപ്പോൾ മനുഷ്യർ മാത്രമാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. അത് കാരണം കൊണ്ട് അതിനൊരു ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ഇതുപോലെ കംഫർട്ടായിട്ടിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ട് 7, എഫക്റ്റീവ് പെർസ്യൂഷൻ. അടുത്തതായിട്ട് അദ്ദേഹം ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അഡ്വൈസുകളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ശീലമാണ് തുടങ്ങിയിട്ടുള്ള വാദഗതികളൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. പകരം അദ്ദേഹം പറയുന്നത്,
Hunt offers a practical approach to persuading someone to get up, emphasizing gentle, affectionate appeals, particularly from a loved one. അദ്ദേഹം പറയുന്നത് സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി ഫലപ്രദം എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസും അദ്ദേഹം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ അച്ഛനോ അമ്മയോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരോട് എഴുന്നേൽക്കാൻ വേണ്ടി പറയാം. അതായത് കുട്ടികൾക്ക് അതും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടുകൊണ്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെ സ്നേഹത്തോട് കൂടിയിട്ട് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. He suggests that personal reasons like waiting for breakfast together can be more compelling than health arguments. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതായത് രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, നിങ്ങൾ മാത്രം കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലുള്ള റീസൺസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ശീലമാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളെക്കാളും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 8 Conclusion and Personal Admission. Hunt concludes with a playful exchange between a hypothetical reader and himself, admitting with a laugh that he might not always follow his advice. അദ്ദേഹം നേരത്തെ കുറച്ച് അഡ്വൈസുകൾ പറഞ്ഞു, ഇങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്, പേഴ്സണൽ റീസൺസ് ആണ് നല്ലത് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം കുറച്ച് തമാശ രൂപേണ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ആ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാനും ഒരുപക്ഷെ ഈ അഡ്വൈസ് സ്വീകരിക്കണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He humorously agrees to be persuaded to get up early by a charming face, ending the essay on a light-hearted note. അപ്പോൾ ഈ എസ്സേയിൽ പൊതുവിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, അതായത് രാവിലെ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ നല്ല ശീലമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് ലഭിക്കും, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം എതിർക്കുകയാണ്. പകരം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സ്നേഹത്തോടു കൂടിയിട്ടുള്ള ആവശ്യങ്ങളോടാണ് പ്രതികരിക്കാൻ സാധ്യത എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഇസ് ദി ഇറ്റാലിയൻ ഓതർ മെൻഷൻ ഇറ്റ് ദ ബിഗിനിങ് ഓഫ് ദി എസ്സേ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ്? ഈ എസ്സേയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഓതർ ആരായിരുന്നു? ദി ഇറ്റാലിയൻ ഓതർ മെൻഷൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി എസ്സേ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് ഈസ് ഗുലിയോ കൊർദാര, a Jesuit who wrote a poem about insects. അപ്പോൾ ഈ കൊർദാര എന്ന പേരുള്ള ഈ ഓതറിനെ കുറിച്ചിട്ടാണ് തുടക്കത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു പോയിറ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ഇൻസെക്ട്സ്, ഈ ഷഡ്പദങ്ങൾ മനുഷ്യർക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പോയമാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡസ് ലെയ് ഹണ്ട് സേ അബൌട്ട് ആഡം ആൻഡ് ഈവ്? ഇനി ആദത്തിനെയും അവയെയും കുറിച്ച് എന്താണ് പറയുന്നത്? Leigh Hunt humorously suggests that Adam and Eve did not have to deal with the discomforts of cold mornings or the necessity of shaving, implying their lives were free from such modern annoyances. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ഇൻസെക്ട്സ് ഒന്നുമല്ല ശരിക്കുള്ള ശല്യങ്ങൾ. ഈ ആദത്തിനും ഔവയ്ക്കും സ്വർഗത്തിലായിരിക്കുന്ന സമയത്ത് ഈ അതിരാവിലെ തണുപ്പത്ത് എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ ഇന്നും ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുകയോ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് യഥാർത്ഥ ശല്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. Explain harpy-footed furies. Harpy-footed furies refers to the mythological creatures that Milton describes as dragging the damned from their beds in hell. ഇതൊരു മിത്തോളജിക്കൽ ക്രിയേച്ചറാണ്. അതായത് നരകത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കിടക്കുന്നിടത്ത് നിന്ന് അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ക്രിയേച്ചേഴ്സ് എന്നാണ് പറയുന്നത്. സിംബലൈസിംഗ് ദ ടോർമെന്റ് ഓഫ് ബീയിങ് അബ്രപ്റ്റ്ലി ടേക്കൺ ഫ്രം വാം ടു കോൾഡ്. അതുപോലെയാണ് ഈ ഇങ്ങനെ പുറച്ചു മൂടിയിരിക്കുന്ന കംഫർട്ടിൽ നിന്ന് ഒരു തണുത്ത ദിവസത്തിലേക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി അൺനെസസറി ആൻഡ് വില്ലനസ് കസ്റ്റം ഓൺ ഓൾഡ് മോർണിംഗ്സ്? അനാവശ്യമായിട്ടുള്ള ഈ ഒരു കസ്റ്റം എന്നുള്ള രീതിയിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ദി അൺനെസസറി ആൻഡ് വില്ലനസ് കസ്റ്റം ഡിസ്ക്രൈബ്ഡ് ഓൺ കോൾഡ് മോർണിംഗ്സ് ഈസ് ഷേവിംഗ്, which Hunt criticizes as uncomfortable, unmanly and entirely opposed to the coziness of staying in bed. അപ്പോൾ അദ്ദേഹം ഈ ക്ലീൻ ഷേവ് ചെയ്യുന്നത്, രാവിലെ തന്നെ ഷേവ് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം ഈ അൺനെസസറി ആയിട്ട് പറയുന്നത്. ഇങ്ങനെ തണുത്തിരിക്കുന്ന ഒരു ദിവസം മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്യുന്നത് അനാവശ്യമാണെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. Why does Hunt say that getting up early on cold mornings is hellish torture? ഇനി രാവിലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് തണുത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നരകതുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ട്? Hunt describes getting up early on cold mornings as hellish torture due to the harsh and sudden transition from the warm, comfortable bed to the cold, unwelcoming environment, comparing it to the agonies of the damned in hell. അപ്പോൾ അദ്ദേഹം പറയുന്നത്
ഒരു കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഇതുപോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഈ തണുപ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യർ പെട്ടെന്ന് നരകത്തിലേക്ക് എടുത്തെറിയുന്നത് പോലെയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിൽ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ഹൺസ് ഓൺ എക്സ്പീരിയൻസസ് ഓഫ് ഏർലി റൈസിങ് ഓൺ കോൾഡ് മോർണിംഗ്സ്. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ തണുപ്പുള്ള ദിവസം രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. Hunt humorously describes the reluctance to leave the warmth of his bed, detailing the mental debate and various excuses he makes to delay getting up. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് മെന്റൽ ഡിബേറ്റ്, അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എന്താണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ളൊരു ചിന്തകൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ എക്സ്ക്യൂസസ് ആണ്. അതായത് വെള്ളം ചൂടാക്കിയതിന് ശേഷം എഴുന്നേൽക്കാം, വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് അയൺ ചെയ്തതിന് ശേഷം എഴുന്നേൽക്കാം. അങ്ങനെ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ വരുന്നത്. He highlights the cold air, the frozen window and the discomfort of transitioning from warm to cold as significant deterrents. പിന്നെ അദ്ദേഹത്തിന്റെ ബെഡ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് തുടങ്ങിയിട്ടുള്ള കംഫർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ വിൻഡോ, മഞ്ഞുകാലത്താണ് ഈ വെള്ളത്തുള്ളികൾ, മഞ്ഞു തുള്ളികളൊക്കെ ഈ വിൻഡോയുടെ മുകളിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ തണുപ്പാണ്. അങ്ങനെ ചുറ്റുമുള്ളത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുള്ള കാര്യം അദ്ദേഹം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടും ഇങ്ങനെ എന്തിനു എഴുന്നേൽക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട്, ഇതിനെ വൈകിപ്പിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കടന്നു പോകുന്നത്. What are some of the challenges and discomforts Leigh Hunt discusses when getting up on cold mornings? ഇനി ഇദ്ദേഹം ഈ കോൾഡ് മോർണിംഗ്സിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നേരിടുന്ന ചലഞ്ചസും ഡിസ്കംഫർട്ട്സും എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദി അബ്രപ്റ്റ് ട്രാൻസിഷൻ ഫ്രം എ വാം ബെഡ് ടു എ കോൾഡ് റൂം. ഒന്നാമത്തത്, അദ്ദേഹം ഈ കംഫർട്ടബിൾ ആയിട്ട് വാം ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ കോൾഡ് അറ്റ്മോസ്ഫിയറിലേക്ക് പെട്ടെന്ന് പോവേണ്ടി വരുന്നു എന്നുള്ള ഒരു ഡിസ്കംഫർട്ടാണ്. ദ സ്റ്റോൺ കോൾഡ് ഷീറ്റ്സ് ആൻഡ് ബോൾസ് എക്സ്പോസ് ടു ദ റൂം എയർ. മറ്റൊന്ന്, ആ റൂമിന്റെ എയർ തണുപ്പാണുള്ളത്. ആ തണുപ്പ് കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റും തണുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു തണുത്ത അന്തരീക്ഷമാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. ദ സൈറ്റ് ഓഫ് ഹിസ് ബ്രെത്ത് ഇൻ ദ കോൾഡ് എയർ ആൻഡ് ദ ഫ്രോസൺ വിൻഡോ. ഇനി നമുക്കറിയാം, ഈ മഞ്ഞ് കാലത്തൊക്കെ നമ്മളിങ്ങനെ നിശ്വാസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു പുക പോലെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഈ തണുത്ത് നിൽക്കുന്ന വിൻഡോയുടെ മുകളിൽ നമ്മൾ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷം. പിന്നെ ദ നീഡ് ടു ഷേവ് വിത്ത് കോൾഡ് വാട്ടർ ആൻഡ് ഡിസ്കംഫർട്ട് ഓഫ് യൂസിങ് എ റേസർ. മറ്റൊന്ന്, ഈ രാവിലെ ഷേവ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഈ മുഖത്ത് വെള്ളം ഒഴിക്കണം, പിന്നെ ഈ ബ്ലേഡ് വെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു ഡിസ്കംഫർട്ടായിട്ട് അദ്ദേഹം പറയുന്നത്. ദ ജനറൽ കോൾഡ്നെസ് ആൻഡ് ഡിസ്കംഫർട്ട് ഓഫ് ഗെറ്റിംഗ് ഡ്രസ്ഡ് ഇൻ എ ചില്ലി റൂം. മറ്റൊന്ന്, പൊതുവിലുള്ള ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് വരുന്നത്, പിന്നെന്താണ് ഡ്രസ്സ് മാറണം, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ഡസ് Leigh Hunt suggest that one can overcome the difficulty of getting up on cold mornings? അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നതിനുള്ള പ്രയാസം എങ്ങനെ അതിജീവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. By gentle persuasion from loved ones, emphasizing the emotional and practical reasons for getting up. അദ്ദേഹം പറയുന്നത്, നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ സ്നേഹത്തോട് കൂടിയിട്ട് പറയുമ്പോൾ, അതുപോലെ തന്നെ പേഴ്സണലും ഇമോഷണലുമായിട്ടുള്ള റീസൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ മാത്രം വരാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പേഴ്സണൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അല്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നത് നല്ല ശീലമാണ്, അത് ആരോഗ്യത്തിനുള്ള ശീലമാണ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് പകരം പേഴ്സണലായിട്ടും ഇമോഷണലും ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. മെൻഷനിങ് സ്പെസിഫിക് മോട്ടിവേഷൻസ് tailored to the individual, like the importance of breakfast together, setting a good example, or maintaining personal health and appearance. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതല്ലെങ്കിൽ സെറ്റിംഗ് എ ഗുഡ് എക്സാമ്പിൾ, അതായത് കുട്ടികളുള്ള ആളുകളാണെങ്കിൽ എന്താണ്, നിങ്ങളെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ, അങ്ങനെ ഉള്ള രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ഹെൽത്ത്, അപ്പിയറൻസ്, ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള അഡ്വൈസ് ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. What are some of the benefits or positive aspects Leigh Hunt mentions about waking up early on cold mornings? അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്?
He indirectly acknowledged that early rising can lead to a more productive day and a sense of accomplishment. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്ന് പ്രൊഡക്റ്റീവ്, അതായത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ദിവസം നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. ദ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹാവിംഗ് കംപ്ലീറ്റഡ് എ ഡേയ്സ് വർക്ക് വെൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിൽ നിന്നുള്ള സന്തോഷവും അതുപോലെ തന്നെ അതിൻ്റെ സംതൃപ്തിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ദി ഇംപ്രൂവ്ഡ് മൂഡ് ആൻഡ് ഓർഡർ ഇൻ ദ ഹൗസ് ഹോൾഡ് വെൻ എവരി വൺ റൈസസ് ഓൺ ടൈം. മറ്റൊന്ന്, ഒരു വീട്ടിൽ എല്ലാവരും ഇതുപോലെ നേരത്തെ ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഉറങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു അന്തരീക്ഷമായിരിക്കും എന്നുള്ള വ്യത്യാസമാണ് അദ്ദേഹം പറയുന്നത്. What insights or personal experiences does Leigh Hunt share in his essay regarding the process of overcoming inertia and embracing the challenges of cold mornings? അപ്പോൾ നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെഡിൽ തന്നെ കിടക്കാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിനെ ഓവർകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. Hunt shares his humorous, detailed internal dialogue and rationalizations for staying in bed, reflecting the common human experience of resisting discomfort. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, രാവിലെ എഴുന്നേറ്റ് തന്നെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ ഡയലോഗാണ്, അതായത് മനസ്സിൽ അദ്ദേഹം ചിന്തിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് തുടങ്ങിയിട്ടുള്ള അതിനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡയലോഗ് അദ്ദേഹം നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. He uses playful exaggeration to convey the universal struggle of leaving a warm bed, making the reader relate to his experiences. മറ്റൊന്ന് അദ്ദേഹം ചെയ്യുന്നത് എക്സാജറേഷൻ ആണ്, അതായത് നരകത്തിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ബെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാജറേഷൻ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. Hunt highlights the importance of motivation and the role of loved ones in encouraging early rising, suggesting that emotional connections can be powerful motivations. ഇനി മോട്ടിവേഷൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആയിട്ട് വരിക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് പ്രഷേഴ്സ് ഡസ് Leigh Hunt ഡിസ്കവർ ഇൻ ഹിസ് എസ്സേ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ്? അങ്ങനെ ഈ എഴുന്നേൽക്കാൻ മടിച്ചുകൊണ്ട് ഇദ്ദേഹം കിടക്കുന്ന സമയത്ത് എന്തെല്ലാം സന്തോഷങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. The pleasure of staying in a warm, comfortable bed while reasoning with oneself about the necessity of getting up. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇമാജിനേഷൻ ഇല്ലാത്ത ആളുകളാണ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക എന്നുള്ളത്. അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നതിന്റെ ഒരു സന്തോഷത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. The humorous mental debates and excuses to prolong the time in bed. പിന്നെ അദ്ദേഹം ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു മെന്റൽ ഡിബേറ്റ്, ഇങ്ങനെ എഴുന്നേറ്റാലുള്ള ഗുണം, എഴുന്നേൽക്കാതിരിക്കാനുള്ള കാരണങ്ങൾ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംവാദം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ദ സ്മോൾ വിക്ടറീസ് ഇൻ ഡിലേയിങ് ഗെറ്റിംഗ് അപ്പ്, സച്ച് ആസ് വെയിറ്റിംഗ് ഫോർ ഹോട്ട് വാട്ടർ ഓർ വാം ക്ലോത്ത്സ്. മറ്റൊന്ന് സ്മോൾ ഡിലേസ് ആണ്. നമുക്കറിയാം, നമ്മൾ അലാം വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇദ്ദേഹം വെള്ളം ചൂടാവട്ടെ എന്നിട്ട് എഴുന്നേൽക്കാം, അല്ലെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഓരോ 5 മിനിറ്റ് 10 മിനിറ്റിൽ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫൈനലി റൈസിംഗ് ആൻഡ് ഓവർകം ദി ഇനേഷ്യ ആഫ്റ്റർ മച്ച് ഇന്റേണൽ ഡയലോഗ് ആൻഡ് പെർസ്യൂഷൻ. അവസാനം എല്ലാ ഒരു പെർസ്യൂഷന് ശേഷം ഇതുപോലെ നീട്ടിവെച്ച് മാറ്റിവെച്ച് അവസാനം എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം തുടങ്ങിയതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ദ കോസി ഫീലിംഗ് ഓഫ് ബീയിങ് ടക്ക്ഡ് ഇൻ ആൻഡ് അവോയ്ഡിങ് ദ ഹാർഷ് കോൾഡ് ഔട്ട്സൈഡ് ദ ബെഡ്. ഇനി എല്ലാത്തിനും ഉപരിയുമായിട്ട് ഇങ്ങനെ പൊതിച്ച് മൂടി ഇങ്ങനെ കംഫർട്ടായിട്ട് കിടക്കുക എന്നുള്ള സന്തോഷത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രഷേഴ്സിനെ കുറിച്ച്, ചെറിയ ചെറിയ പ്രഷേഴ്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി അനലൈസ് ദി എസ്സേ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ്. ഈ എസ്സേയുടെ ഒരു നിരൂപണമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കതിൽ ഉൾപ്പെടുത്താൻ കഴിയാവുന്ന പോയിന്റ്സ്. ഹ്യൂമർ ആൻഡ് റിലേറ്റബിലിറ്റി. Leigh Hunt employs humor and wit to describe a universally relatable struggle, making the essay enjoyable and engaging. ഒന്ന്, ഇദ്ദേഹം അത് ഹ്യൂമറസ് ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് റിലേറ്റബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. His vivid descriptions effectively convey the discomforts of cold mornings, drawing the reader into his experience. മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് ആ റൂമിലെ അവസ്ഥ, ആ വിൻഡോയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്,
അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് അദ്ദേഹം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് റീഡേഴ്സിന് കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. Structure and style. The essay is structured as a playful internal monologue, showcasing Hunt's skill in capturing the nuances of human behavior and thought processes. മറ്റൊന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ മോണലോഗ്, അദ്ദേഹത്തിന് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ എസ്സേ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെയും സ്റ്റൈലിനെയും കുറിച്ചിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് പറയാം. തീംസ് ആൻഡ് മെസ്സേജസ്. While the essay humorously addresses the difficulty of getting up on cold mornings, it also subtly comments on human nature, procrastination, and the power of small pleasures. പൊതുവിൽ ഈ എസ്സേയുടെ തീം നമുക്കറിയാം, ഈ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രയാസം എന്നുള്ളതാണ്. അതുകൂടാതെ ഇതിനകത്ത് പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് ഇദ്ദേഹം പറയുകയുണ്ടായി ഇമാജിനേഷൻ ഇല്ലാത്ത ആളുകളാണ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക, അല്ലാത്തതിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കും എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം വരുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ ഒരു പവറിനെ കുറിച്ചിട്ടുള്ള തീമും നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. പെർസ്യൂസീവ് ടെക്നിക്സ്. Hunt's use of gentle persuasion and relatable arguments mirrors the internal justifications people often make, highlighting the complexity of motivation and inertia. മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ പെർസ്യൂസീവ് ടെക്നിക്കാണ്. അതായത് ഇദ്ദേഹം മോട്ടിവേഷന് വേണ്ടിയിട്ട് പേഴ്സണലും ഇമോഷണലുമായിട്ടുള്ള കാര്യങ്ങളാണ് അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാതെ ജനറൽ ആയിട്ട് ഇതൊരു നല്ല ശീലമാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഹാബിറ്റാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നില്ല. മറിച്ച് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന റീസൺസ് ആണ് അദ്ദേഹം മോട്ടിവേഷൻസിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. കൾച്ചറൽ റെഫറൻസസ്. ദി എസ്സേ ഇൻക്ലൂഡ്സ് റെഫറൻസസ് ടു ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി ഫിഗേഴ്സ്, ആഡിങ് ഡെപ്ത് ആൻഡ് ബ്രോഡർ കൾച്ചറൽ കണ്ടെക്സ്റ്റ് ഈസ് ഒബ്സർവേഷൻസ്. ഇത് കൂടാതെ അദ്ദേഹം കൾച്ചറൽ ഡിഫറൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ യൂറോപ്പിന് പുറത്തുള്ള ആളുകളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ യൂറോപ്പിനകത്ത് തന്നെ ഉണ്ടായിരുന്ന വില്യം ഷേക്സ്പിയറിനെ പോലുള്ള ആളുകളൊക്കെ നമുക്കറിയാം എന്താണ്, അവരൊന്നും ഷേവ് ചെയ്യാതെ നടന്ന് താടി വെച്ച് നടന്ന ആളുകളാണ്. ആ രീതിയിലുള്ള ഒരു കൾച്ചറൽ ഡിഫറൻസ് ഈ മോഡേൺ ഹ്യൂമാനിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ ചെറിയ ശല്യങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തലത്തിലേക്ക് കൂടി അദ്ദേഹം ഈ എസ്സേയെ എഴുതാൻ വേണ്ടി അതിന് സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എസ്സേയുമായിട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.